പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് നെറിൻ തോമസ്. കട്ടിപ്പാറ ഹോളി ഫാമിലി ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 2017 മുതൽ ശക്തമായ തുമ്മൽ, ജലദോഷം, സൈനസൈറ്റിസ്, തലവേദന ഉള്ള ആളാണ്. എനിക്ക് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ഉള്ള വ്യക്തിയാണ്. അതായത് എൻ്റെ മൂക്കിൻ്റെ പാലം വളഞ്ഞിട്ടാണ് ഞാൻ. അതുപോലെ തന്നെ എനിക്ക് മെൻസസ് ആകുമ്പം അതികഠിനമായ വേദന, വയറുവേദന, നടുവേദന, പുറം വേദന, ഇല്ലാത്ത വേദനകളില്ല. ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്നന്ന് വെള്ളിയാഴ്ച എനിക്ക് പീരീഡ്സ് സെക്കൻഡ് ഡേ ആയിരുന്നു. ഞാൻ ധ്യാനം എങ്ങനെ കൂടുന്നു ഓർത്ത് കരഞ്ഞു വല്ലാത്തൊരവസ്ഥ. ഈ ധ്യാനത്തിന് വന്നപ്പം അത് വെള്ളിയാഴ്ച വന്നോ? വെള്ളിയാഴ്ചയല്ല, ഞായറാഴ്ച. അപ്പം എനിക്ക് പീരീഡ്സ് സെക്കൻഡ് ഡേ, അന്നത്തെ ഞായറാഴ്ച എനിക്ക് സെക്കൻഡ് ഡേ ആയിരുന്നു. ഭയങ്കര വേദന. ആരാധനയുടെ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ്, എനിക്ക് വല്ലാത്തൊരു മാനസിക വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ആരാധന കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ബ്രദറും അച്ഛനും ഒക്കെ വിളിച്ചു പറഞ്ഞു, മൂലയിലിരിക്കുന്ന ഒരു കൊച്ച് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, പേടിക്കണ്ട, തമ്പുരാൻ കാണുന്നുണ്ട്, തമ്പുരാൻ തൊടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം മുതൽ എൻ്റെ പീരീഡ്സിന് വേദന പോയി. എനിക്ക് ഒരു അസ്വസ്ഥതയില്ല. ഞാൻ ഈ ധ്യാനം ഇപ്പം വരെ ഒരു കുഴപ്പമില്ലാതെ വളരെ സുഖമായിട്ട്, വളരെ പ്രാർത്ഥനയോടെ എനിക്ക് കൂടാൻ സാധിച്ചു. അതുപോലെ എൻ്റെ അലർജി, ഞാനൊരു ദിവസം തുമ്മാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 40-ന് മേലെയാണ് തുമ്മുന്നത്. അതുപോലെ അച്ഛൻ ഇവിടുന്ന് ബ്രദറൊക്കെ വിളിച്ചു പറഞ്ഞു, തുമ്മുമ്പോൾ ഒരുപാട് ടർക്കി യൂസ് ചെയ്യുന്ന ആൾ അത് ഞാനാണ്. ഞാനൊരു ദിവസം തുമ്മി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 3-4 വലിയ ടർക്കികൾ, വലിയ തുണികൾ അതുപോലെ ഞാൻ ചീറ്റുമായിരുന്നു. പിന്നെ അതുപോലെ ചീറ്റി മൂക്ക് പൊട്ടി ചോര വരും, ശ്വാസമുട്ട് സ്റ്റാർട്ട് ചെയ്യും, എൻ്റെ മുഖമൊക്കെ മാറും, ആകെ വല്ലാത്ത ബുദ്ധിമുട്ട് അവസ്ഥ. എനിക്ക് തിങ്കളാഴ്ചത്തെ ആരാധനയിൽ സൗഖ്യം കിട്ടി. പക്ഷേ ഞാൻ വിശ്വസിച്ചില്ല. എനിക്ക് ആകെ ഒരു സംശയം, ഇത്രയും നാൾ തുടങ്ങിയ സാധനം ഇത് പെട്ടെന്നൊന്നും തീരത്തില്ല എന്നായി ഞാൻ. പിറ്റേ ദിവസത്തെ ചൊവ്വാഴ്ചത്തെ കുമ്പസാരത്തിൻ്റെ സമയത്ത് നല്ല ഒരുക്ക കുമ്പസാരം നടത്തി. കുമ്പസാരം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് കുരിശ് വരച്ചപ്പോൾ എൻ്റെ മൂക്കിൻ്റെ പാലം നിവർന്നു. ഞാൻ എൻ്റെ കുരിശ് വരയ്ക്കുമ്പം എൻ്റെ കൈ ഇങ്ങനെ വളഞ്ഞു പോകും ഈ സൈഡിലേക്ക്. അന്ന് എൻ്റെ കൈ നേരെ വന്നു. അപ്പോഴും ഞാൻ സംശയിച്ചു, എൻ്റെ മൂക്കിൻ്റെ പാലം നിവർന്നു, നടക്കത്തില്ലാത്ത കാര്യം പോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് സംശയത്തോട് സംശയം. ഞാൻ അന്നത്തെ ദിവസം മുഴുവൻ മൂക്കെ ഇങ്ങനെ തൊട്ട് അകമൊക്കെ നോക്കലായി. മോളിൽ ചെല്ലുമ്പോൾ മൂക്കിൻ്റെ കണ്ണാടി നോക്കി മൂക്കിൻ്റെ പാലം നിവർന്നോന്ന് സംശയമായി. അന്നത്തെ ദിവസം ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൻ്റെ സമയത്തും ഇവിടുന്ന് അച്ഛനും ബ്രദറും പറഞ്ഞു, സമയത്ത് വിളിച്ചു പറഞ്ഞു, ഒരു കൊച്ച് മൂക്കിൻ്റെ പാലം നിവർന്നിട്ടുണ്ട്, വില്ല് പോലത്തെ പാലം നിവർന്നിട്ടുണ്ട്, പക്ഷെ ഭയങ്കര സംശയമാണ്, അവൾ അതിങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് എൻ്റെ സംശയം കാരണം എനിക്ക് പിറ്റേ ദിവസം, അതായത് ബുധനാഴ്ച ഞാൻ തുമ്മി, ഭയങ്കരമായിട്ട് രാവിലെ തുമ്മി. എനിക്ക് ആകെ അസ്വസ്ഥത. അപ്പം ഞാൻ രാവിലെ വന്നപ്പോഴൊക്കെ ഞാൻ തുമ്മുന്നുണ്ട് ഇവിടെ ഇരുന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എന്തുകൊണ്ടാണ് തുമ്മുന്നത്? വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഈ സംശയം അങ്ങ് മാറും. ഇന്നലത്തെ ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ ഞാൻ തുറന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ സംശയം മാറ്റണം. എനിക്കതിന് ഞാനൊരു തെളിവും തമ്പുരാനോട് ചോദിച്ചു. നാളെ രാവിലെ ഞാൻ എണീക്കുമ്പോൾ തുമ്മാൻ പാടില്ല, ഒരു തവണ പോലും ചീറ്റാൻ പാടില്ല, അതാണ് എനിക്ക് വേണ്ടത്. ഒറ്റ തവണ മൂക്ക് അടയാൻ പാടില്ല, എൻ്റെ മൂക്ക് തുറന്നിരിക്കണം. എനിക്ക് സൗഖ്യം കിട്ടി. എനിക്ക് നാളെ ഇത് ഇവിടെ അഴുത്താരെ കയറി എല്ലാവരുടെയും മുമ്പിൽ നിന്ന് പറയണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് തമ്പുരാനോട് ഞാൻ ചോദിച്ചു, എനിക്കിത് തന്നേ തീരത്തുള്ളൂ, എനിക്ക് നാളെ എല്ലാവരോടും പറയണം, എന്നെ നാണം കെടുത്തരുത്. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇതുവരെ ഈ നിമിഷം വരെ ഞാനൊന്ന് ചീറ്റിയിട്ടില്ല, തുമ്മിയിട്ടില്ല. ഒരു ദിവസം 40-ന്റെ മേലെ ഞാൻ തുമ്മുന്നു. നല്ലൊരു കയ്യിൽ കൊടുത്ത വലിയ സൗഖ്യമാണ് കേട്ടോ. നമ്മളവരെ ഇവിടെ ഇന്നലെ ചൊവ്വാഴ്ച ദിവസം അതന്നെ അച്ഛൻ പറഞ്ഞത് മൂക്കിൻ്റെ പാലം പ്രത്യേകം വിളിച്ച് പറഞ്ഞതാണ്. മൂക്ക് ഇങ്ങനെ പാലം വില്ല് പോലെ വളഞ്ഞിരിക്കുന്നത്. ആ വ്യക്തി ഈ സമയം തൊട്ട് നോക്കിക്കോ. ആ വ്യക്തി തൊട്ടപ്പുറത്തുള്ള ആൾ ഒന്ന് മൂക്ക് നോക്കാൻ പറയും, എൻ്റെ മൂക്ക് ശരിയായിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ആ ബ്രദർ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ മകൾക്ക്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവളുടെ സാക്ഷിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ വില്ല് പോലെ വളഞ്ഞിരിക്കുന്ന, കുരിശ് വരയ്ക്കുമ്പോൾ പോലും ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്നത് കൊണ്ട്, വ്യത്യാസമായതുകൊണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ഈ പെങ്കുച്ച് ശ്രദ്ധിക്കുക, എൻ്റെ മൂക്ക് നേരെയായില്ലോ എന്ന്. മനസ്സിലായോ? ഇനി ആ തുമ്മിൽ വരില്ല കേട്ടോ, പരിപൂർണ്ണ സൗഖ്യം കിട്ടിയിരിക്കുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു കൈയടി കൊടുക്കുക കേട്ടോ. അതുപോലെ എനിക്ക് വയറിന് അസ്വസ്ഥതയുള്ള ആളാണ്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അധികം കഴിക്കുമ്പോഴത്തേലും എനിക്ക് ഛർദി പോലെ വരിക, വയറുവേദനയൊക്കെ ഉണ്ട്. ഞാൻ ഇവിടുന്ന് ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ ഇങ്ങനെ ഉദരസംബന്ധമായ രോഗമുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞപ്പം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. തേന് കഴിച്ചു. പിന്നെ അതുപോലെ അങ്ങനെ കഴിച്ചതിന് ഫലമായിട്ട് എനിക്ക് ഇപ്പം ഭക്ഷണം 3 നേരം നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. വയറിന് അസ്വസ്ഥതകളൊന്നുമില്ല. ഈ ഹന്നാവെള്ളമൊക്കെ കുറേ കുടിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ആ ഹന്നാവെള്ളം കുടിക്കുന്നതുകൊണ്ട് കുറേ സൗഖ്യങ്ങൾ കിട്ടുന്നതായിട്ട് ഉദരസംബന്ധമായ രോഗം കേട്ടോ. അതുപോലെ തലേ താരൻ, അതികഠിനമായ താരനായിരുന്നു. കൗൺസിലിങ്ങിന് പോയപ്പോൾ ഫാൻ ഇട്ടപ്പോൾ ഞാനത് കൗൺസിലറിനെ കൊണ്ട് ഓഫ് ചെയ്യിപ്പിച്ചു, കാരണം എൻ്റെ താരം പറക്കുന്നതുകൊണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ അപ്പം അവിടുന്ന് പറഞ്ഞു, ഹന്നാൻ മറ്റേ ഒലിവ് തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തലയെ തേച്ച് പ്രാർത്ഥിക്കപ്പോൾ മുടികൊഴിച്ചിലും താരനും മാറുമെന്ന്. അത് തേച്ച അന്ന് തന്നെ എൻ്റെ മുടികൊഴിച്ചിൽ കുറഞ്ഞു. എനിക്ക് താരൻ ഇതുവരെ എൻ്റെ തല ചൊറിഞ്ഞിട്ടോ ഒന്നുമില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി.